കത്തോലിക്കിന് ഏറ്റവും പൂജ്യമായ വസ്തുക്കളിലൊന്നാണ് സ്പെയിനിലെ വാലൻസിയായിൽ തിരുക്കാസയുടെ കത്തീഡ്രലിൽ ഇന്നും വണങ്ങപ്പെടുന്ന നമ്മുടെ കർത്താവ് അന്ത്യത്താഴ സമയത്ത് ഉപയോഗിച്ച കാസ. ഇതൊരു കൊർണേലിയൻ കാസയാണ്. വിവിധ ഭാഗങ്ങളായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ തണ്ട് വിലപിടിപ്പുള്ള കല്ലുകളാൽ നിർമ്മിതമാണ്. മുകൾ ഭാഗം കപ്പ് ആകൃതിയിലുമാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കാലങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കാസ എന്ന് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാസയിൽ അറബിയിൽ കാണുന്ന ലിഖിതം പല വിവാദങ്ങൾക്കും വഴിതെളിച്ചെങ്കിലും ഏകദേശ നിർമ്മാണ കാലയളവ് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിവരെ ഇത് തെളിവായെടുക്കാം. ഈശോയുടെ കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച അരിമത്യാക്കാരൻ ജോസഫ് വിശുദ്ധ കുരിശിൽ നിന്ന് ഏതാനും തുള്ളി രക്തം ശേഖരിച്ചെടുത്തെന്ന് സഭാപഠനങ്ങളിൽ കാണുന്നു. ഈശോയുടെ മരണശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജെറുസലേമിലെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഈ പരിശുദ്ധ കാസ തിരുരക്തത്തോടൊപ്പം പ്രദർശിപ്പിച്ചിരുന്നതായി വിവിധ രേഖകളിൽ കാണാം. AD 720 ജീവിച്ചിരുന്ന ഫ്രഞ്ച് ബിഷപ്പ് ആർക്ലോയുടെ വിവരണമനുസരിച്ച് ക്രിസ്തു തൻ്റെ അന്ത്യത്താഴത്തിന് ഉപയോഗിച്ച കാസ ഇത് തന്നെയാണെന്നും വിശുദ്ധ കുരിശിൽ നിന്ന് അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ തിരുരക്തം ശേഖരിച്ചു വെച്ചതും ഈ കാസയിലാണെന്ന് അസന്ദിഗ്ധമായി പറയാം. ഒരു വല കൊണ്ട് ഈ കാസ മൂടിയിട്ടുണ്ടെങ്കിലും കാസ തൊടുന്നതിനും ചുംബിക്കുന്നതിനും കഴിയും. ജെറുസലേമിൽ നിന്ന് 7-ാം നൂറ്റാണ്ടിൽ ഈ കാസ മാറ്റി സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് വിശ്വാസം. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ കാസ അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിൽ സാൻഗ്രിൽ എന്നും ഫ്രഞ്ചിൽ സാന്തഗ്രാൽ എന്നും അറിയപ്പെടുന്നു. അഓസ്തൽ താഴ്വരയിൽ ഗ്രോള എന്നത് ലത്തീൻ ഭാഷയിലെ ഗ്രത്താലിസ് വെയ്സ് അല്ലെങ്കിൽ അലങ്കാരപാത്രം എന്നാണ്. തൻ്റെ തിരുരക്തം നൽകി ഞങ്ങളെ രക്ഷിക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഞങ്ങളെ നിർമ്മലരും പരിശുദ്ധരുമായി കാക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം.